തൃക്കരിപ്പൂർ KMK സ്മാരക കലാസമിതി കേരള സാഹിത്യ അക്കാദമിയുടെ സഹകരണത്തോടെ തെയ്യത്തിന്റെ വർത്തമാനം എന്ന വിഷയത്തിൽ സെമിനാറും ഡോക്ടർ രാഘവൻ പയ്യനാടിന്റെ തെയ്യം ഒരു ഫോക്ലോർ സമീപനം പുസ്തകത്തിന്റെ പ്രകാശനവും നടത്തി. കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി KP മോഹനൻ പുസ്തകം പ്രകാശനം ചെയ്തു. തെയ്യത്തിന് ഒരാമുഖം എന്ന വിഷയത്തിൽ ഡോക്ടർ രാഘവൻ പയ്യനാടും തെയ്യം മാറുന്ന സങ്കല്പവും യാഥാർത്ഥ്യവും എന്ന വിഷയത്തിൽ ഡോക്ടർ VM ഉണ്ണികൃഷ്ണനും പ്രബന്ധാവതരണം നടത്തി. എഴുത്തുകാരൻ ചന്ദ്രൻ മുട്ടത്ത് മോഡറേറ്ററായിരുന്നു. PP മോഹനൻ, K അംബു, സുനിൽകുമാർ മനിയേരി, T തമ്പാൻ, പ്രമോദ് ആലപ്പടമ്പൻ, PS ദീപേന്ദു എന്നിവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ KMK കലാസമിതിയിലെ P കോരൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന രണ്ടാം സെക്ഷനിൽ കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി KP മോഹനൻ തെയ്യം ഒരു ഫോക്ലോർ സമീപനം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. അത് അല്പമെങ്കിലും സ്പർശിച്ചു പോകാവുന്ന ഒരു കാര്യമാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ വിചാരിക്കുന്നത്. സംസാരിക്കുകയില്ല. ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള ചർച്ചയുടെ ഒരു ചെറിയ ഉള്ളടക്കം ഇത് ഇന്നോ ഇന്നലെയോ നമുക്കുണ്ടായിട്ടുള്ള ഉത്കണ്ഠയല്ല, ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷമുള്ള ഉത്കണ്ഠയല്ല. ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഓർമ്മിച്ചത്, അത് ഉണ്ണീഷ്ണൊക്കെ ഓർക്കുന്നുണ്ടാവും, രാഘവമാഷ് ഓർക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പണ്ട് ഫോക്ലോർ എങ്ങനെ നിലനിർത്തണം, അല്ലെങ്കിൽ ഫോക്ക് കലാരൂപങ്ങളുടെ ഭാവി നിലനിൽപ്പ് എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരു വലിയ ചർച്ച മുൻപ് നടന്നിട്ടുണ്ട്. KMK കലാസമിതി പ്രസിഡന്റ് PP രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ VM ഉണ്ണികൃഷ്ണൻ പുസ്തക പരിചയം നടത്തി. മലയാളം സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KM ഭരതൻ വിശിഷ്ടാതിഥിയായിരുന്നു. തെയ്യം അനുഷ്ഠിക്കുന്ന M ചന്ദ്രൻ പണിക്കർ പുസ്തകം ഏറ്റുവാങ്ങി. TV ബാലകൃഷ്ണൻ, KMK കലാസമിതി സെക്രട്ടറി K ചന്ദ്രൻ, N രാജീവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.